കാലത്തിന്
ഞങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അനേകം ദൂരം താണ്ടി രാപകൽ യാത്ര ചെയ്ത് അങ്ങയുടെ രാജ്യത്തിലെത്തി. ഈ യൂദാരാജ്യത്തിലെവിടെയോ ഒരു ദിവ്യ ശിശു ജനിച്ചിരിക്കുന്നു. ആ ശിശുവിനെ കാണാനായാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. എത്രയോ ശിശുക്കൾ നമ്മുടെ ഈ രാജ്യത്ത് ഓരോ ദിവസവും ജനിക്കുന്നു. എത്രയോ പേർ മരിച്ചു വീഴുന്നു. കേവലം ഒരു ശിശുവിനെ കാണാനാണോ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്? പ്രഭു, അങ്ങ് വിചാരിക്കുന്നത് പോലെ ഇതൊരു സാധാരണ ശിശുവല്ല. ഈ ശിശുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു അടയാളം ലഭിച്ചു. അത് കണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്തടയാളമാണ് നിങ്ങൾ കണ്ടത്? ഒരു വാൽനക്ഷത്രം. ആ നക്ഷത്രം ആദ്യമായിട്ടാണ് ആകാശത്ത് കാണപ്പെടുന്നത്. അല്പനാൾ കഴിഞ്ഞാൽ അത് മാനം പോകും. ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ആ നക്ഷത്രം ഒരു ദിവ്യജനനത്തെ സൂചിപ്പിക്കുന്നു. ഞങ്ങൾ 3 പേരും വിവിധ ദേശങ്ങളിലായിരുന്നുകൊണ്ട് എല്ലാ ദിവസവും ആകാശത്തെ നിരീക്ഷിക്കുകയായിരുന്നു. ആ നക്ഷത്രം സൂചിപ്പിക്കുന്ന ആ മഹാസത്യം കണ്ടു മനസ്സിലാക്കാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ വഴികളിൽ ഒത്തിരി പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. എങ്കിലും ഏതോ ഒരു അദൃശ്യ ശക്തി നയിക്കുന്നതായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നു. ഞങ്ങളുടെ അറിവും പുരാതന ശാസ്ത്ര ഫലങ്ങളിലും ഉപയോഗിച്ച് നോക്കുമ്പോൾ ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ജെറുസലേമിലാണ്. ശരി, എങ്കിൽ നിങ്ങൾ ആ ശിശുവിനെ കണ്ടിട്ടുണ്ട്? പ്രഭു, അങ്ങയുടെ ഈ കൊട്ടാരത്തിൽ ഒരു ദിവ്യ ശിശു ജനിച്ചിരിക്കുമല്ലോ. ആ ശിശു ഒരു രാജകൊട്ടാരത്തിലാണ് ജനിക്കേണ്ടത്. ഇവിടെ ആരും ജനിച്ചിട്ടില്ല. ഈ ദേശത്ത് ഞാനല്ലാതെ വേറെ രാജാവുമില്ല. നിയമത്തിലെ ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിയമത്തിൽ ഇതേപ്പറ്റി എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? പ്രഭു, ഈ നാണികൾ ശരി തന്നെയാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൽ ഒരു ദിവ്യജനനം സംഭവിച്ചിരിക്കുന്നു. അതേപറ്റി പ്രവാചകഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതായി നാം കാണുന്നു. മിക്ക പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ബെത്ലഹേം, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്നും പുറപ്പെടും. അവൻ വന്ന് തന്റെ ആടുകളെ മേയ്ക്കും. അവൻ നമ്മുടെ സമാധാനമായിരിക്കും. ഈ വായിച്ചു കേട്ട പ്രവചനത്തിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ യഹോവ വിശ്വാസം അനുസരിച്ച് ഇസ്രായേലിനെ സ്വർഗതുല്യമായ ഒരു രാജ്യമാക്കാൻ ഒരു രാജാവ് ബെത്ലഹേമിൽ പിറക്കുമെന്നും ആ രാജാവായിരിക്കും ജനങ്ങളെല്ലാം കാത്തിരിക്കുന്ന മിശിഹായെന്നും അവൻ നമ്മുടെ സമാധാന രാജാവായിരിക്കുമെന്നുമാണ് പ്രവാചകൻ പറയുക. നാം ഇവിടെ ഉള്ളപ്പോൾ പിന്നെ മറ്റൊരു രാജ്യമില്ലേ? നമ്മുടെ രാജ്യം ഇപ്പോൾ ശിവരാജ്യം തന്നെയല്ലേ? ജനങ്ങളൊക്കെ നമ്മുടെ ഭരണത്തിൽ സന്തോഷിക്കുന്നില്ല. നിങ്ങൾ എന്ത് പറയുന്നു? അതേ പ്രഭു. പ്രവചനങ്ങൾ അനുസരിച്ച് ആ ദിവ്യജനനം സംഭവിക്കുന്നത് ബെത്ലഹേമിൽ എവിടെയോ ആണ്. അതൊരു കൊച്ചു ഗ്രാമം തന്നെ. അവിടെ രാജകൊട്ടാരങ്ങളൊന്നുമില്ലല്ലോ. എന്തായാലും ഞങ്ങളൊന്ന് അന്വേഷിക്കും. തീർച്ചയായും ആ ശിശുവിനെ ഞങ്ങൾ കണ്ടെത്തും. എന്തായാലും നിങ്ങൾ ആ ദിവ്യശിശുവിനെ കാണാൻ പോവുകയില്ലേ? നിങ്ങൾ കണ്ടിട്ട് തിരിച്ചു വന്ന് എന്നോട് വിവരം അറിയിക്കും. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പറയുക. നമുക്കും ആ ദിവ്യശിശുവിനെ കാണാൻ കൊതിയാകും. നമ്മുടെ രാജ്യത്ത് ഇത്തരം അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ടത്. ഞങ്ങൾ പോയി വരാം. അങ്ങ് കൽപ്പിച്ചതുപോലെ ഞങ്ങളുടെ ദേശങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പായി അങ്ങേ സന്നിധിയിൽ വന്ന് എല്ലാ കാര്യങ്ങളും ഒരുമിച്ചോളാം. നല്ലത്. പഠനം അതിഥികൾക്ക് കൊടുക്കാറുള്ള വയറുദോഷികൾ ഇവർക്ക് നൽകുന്നത് വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞാലോ അത് മതി. പോയി തിരിച്ചു വരുമ്പോൾ കൂടുതൽ വയറുദോഷികൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് സ്വീകരിക്കാൻ മടിക്കരുത്.
യാത്രയായി.